ഹലോ ആൻഡ് വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സാണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അതായത് ടിഗ് വെൽഡിംഗ്, ആൻഡ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, മിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഈ രണ്ട് വെൽഡിംഗ് പ്രോസസ്സും ഒരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. അതായത് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടിഗ് വെൽഡിംഗ്, ദാറ്റ് മീൻസ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അതിൻ്റെ വേറൊരു പേരാണ് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, GTAW. ഇതൊരു ആർക്ക് വെൽഡിംഗ് പ്രോസസ്സാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിലൊരു നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആർക്ക് കാരണമുണ്ടാകുന്ന ഹീറ്റ് കൊണ്ട് മോൾട്ടൻ മെറ്റൽ ക്രിയേറ്റ് ചെയ്ത് പാരൻ മെറ്റൽ ജോയിൻ ചെയ്യുന്നു. അതായത് കോയിലസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലുള്ള ആർക്ക് കാരണമാണ്. ഇതിൽ ടിഗ് വെൽഡിങ്ങിൽ സാധാരണ ഫില്ലർ റോഡ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ എക്സ്ട്രാ ഫില്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെൽഡ് ചെയ്യുന്ന സോണിൽ എക്സ്ട്രാ മെറ്റീരിയൽ നമുക്ക് വേണ്ടി വരും. അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫില്ലർ റോഡ് സാധാരണയായിട്ട് ടിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. ചില കേസിൽ ഉപയോഗിക്കാതെയും, അതായത് ഫില്ലർ റോഡ് ഉപയോഗിക്കാതെയും ടിഗ് വെൽഡിങ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ AC ഓർ DC ആകാറുണ്ട്. ഇവിടെ നോൺ കൺസ്യൂമബിൾ ആയതുകൊണ്ട് DC ഉപയോഗിക്കുകയാണെങ്കിൽ DC ഇലക്ട്രോ നെഗറ്റീവ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുക. അതായത് DC സ്ട്രെയിറ്റ് പൊളാരിറ്റി ഓർ ഇലക്ട്രോ നെഗറ്റീവ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുക. അതായത് ഇലക്ട്രോഡിൽ ഉണ്ടാകുന്ന ഹീറ്റ് 1/3 ആയിരിക്കും ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ. കൂടുതൽ ഹീറ്റ് ഉണ്ടാകുന്നത് വർക്ക് പീസിലായിരിക്കും. ഇവിടെ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളുടെ വെൽഡ് പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോസിലൂടെ ഒരു ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഷീൽഡിംഗ് ഗ്യാസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും നൈട്രജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കിയിട്ട് വെൽഡിംഗ് സ്ട്രെങ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. സ്ട്രെങ്ത് നിലനിർത്തുന്നതും അതോടൊപ്പം തന്നെ ഇലക്ട്രോഡിൻ്റെയും, ഈ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലുള്ള ആർക്കിനെ സ്റ്റേബിളായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ആർഗണോ അല്ലെങ്കിൽ ഹീലിയമാണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്ങിൽ ഷീൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ബേസിക് ഇൻഫോർമേഷൻ. ഇനി നമുക്ക് ടിഗ് വെൽഡിങ്ങിൻ്റെ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. ഞാൻ പറഞ്ഞു ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് ഈസ് ആൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ്. അതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ദാറ്റ് യൂസസ് എ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് ആൻ ഇനേർട്ട് ഗ്യാസ് ഫോർ ഷീൽഡിംഗ്. അതായത് സാധാരണ ആർക്ക് വെൽഡിങ്ങിൽ നമ്മൾ ഫ്ലെക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലെക്സിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നത്, ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദി എൻഡ് ഓഫ് ദി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആൻഡ് പാരന്റ് മെറ്റൽ അറ്റ് ദി ജോയിൻറ്റ് ലൈൻ. ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും പാരന്റ് മെറ്റലിൻ്റെയും ഇടയിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ആർക്ക് വെൽഡിങ്ങിൽ ഒരു ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് ആ ഫ്ലെക്സാണ് എന്ത് ചെയ്യുന്നത്, ഈ ആർക്ക് വെൽഡിങ് ജോയിൻറ്റിൻ്റെ അവിടെ സ്ട്രെങ്തായിട്ട് ആർക്ക് വെൽഡിങ് ജോയിൻറ്റിനെ ഒരു കണ്ടാമിനേഷനോ അതല്ലെങ്കിൽ ആ ജോയിൻറ്റ് പെർഫെക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഫ്ലെക്സ് ഉപയോഗിക്കാറുണ്ട്. ടിഗ് വെൽഡിങ്ങിലും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിഗ് വെൽഡിങ്ങിലും ഫ്ലെക്സിൻ്റെ ഉപയോഗമല്ല. അതിന് പകരം ഇനേർട്ട് ഗ്യാസസുകളായ ആർഗണോ ഹീലിയോ ആണ് ഉപയോഗിക്കുന്നത്. അത് എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറായിട്ടുള്ള ഓക്സിജൻ നൈട്രജൻ എന്നിവയോടുള്ള കോണ്ടാക്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെൽഡ് സ്ട്രെങ്ത് നിലനിർത്തും ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നതിട്ട്. ഇതിൻ്റെ ടിഗ് വെൽഡിങ്ങിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇതിന് ഡിസിമിലർ മെറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതായത് സാധാരണ ഈ ടൂൾസിലൊക്കെ എൻഡിൽ കാർബൺ ടിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഒരു ഡിസിമിലർ മെറ്റൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടിഗ് വെൽഡിംഗ് പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ബേസിക് ഇൻഫോർമേഷൻ അബൌട്ട് ടിഗ് വെൽഡിംഗ്. ഇനി നമുക്ക് മിഗ് വെൽഡിംഗ് പരിചയപ്പെടാം. മിഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. അതിൻ്റെ വേറൊരു പേരാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, GMAW.
നമ്മൾ നേരത്തെ ടിഗ് വെൽഡിങ്ങിൽ പറഞ്ഞിരുന്നു അതൊരു നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡാണെന്ന്. എന്നാൽ ഇവിടെ ഒരു മെറ്റൽ വയർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ ഇലക്ട്രോഡ്. പക്ഷേ ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. ആ കൺസ്യൂമബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവ് റോൾസ്, 2 ഡ്രൈവ് റോൾസ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യും, ഈ ഫില്ലർ റോഡ് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂമബിൾ ആണത്, കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന ഈ ഇലക്ട്രോഡ് വയർ, കൺസ്യൂമബിൾ ഇലക്ട്രോഡ് വയറിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ടിഗ് വെൽഡിങ്ങുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ്. ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണമുള്ള ഹീറ്റ് തന്നെയാണ് സാധാരണ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, കോലസെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് മോൾട്ടൻ മെറ്റലായിട്ട് ആ വെൽഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ആർക്ക് കാരണമുള്ള ഹീറ്റാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് DC പവർ സപ്ലൈ ആണ്. ഈ DC പവർ സപ്ലൈയിൽ തന്നെ DC ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റി ഓർ DC റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇലക്ട്രോഡ് ഒരു കൺസ്യൂമബിൾ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ആർക്ക് കാരണമുണ്ടാകുന്ന ഹീറ്റിൻ്റെ 2/3 ഹീറ്റ് എവിടെ വേണം, ഇലക്ട്രോഡിൽ വേണം. അതിന് വേണ്ടിയിട്ട് സാധാരണ DC റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല, അതിന് പകരം എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഷീൽഡിംഗ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആർഗൺ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ, ഈ വെൽഡ് പൂളിൻ്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ ആർഗണൊക്കെയാണ് ഷീൽഡിംഗ് ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ്, നമുക്കൊന്നും കൂടി പോയിന്റുകൾ നോട്ട് ചെയ്യാം. മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ഇസ് ആൻ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഇൻ വിച്ച് ഇലക്ട്രോഡ് ഇൻ ദി ഫോം ഓഫ് എ കണ്ടിന്യൂസ് വയർ, ദാറ്റ് മീൻസ് consumable electrode is fed into the arc at the same rate at which it is being melted and deposited in the weld. അതായത് നമ്മൾ നേരത്തെ ടിഗ് വെൽഡിങ്ങിൽ എന്തുപയോഗിച്ചിരുന്നു, ഒരു എക്സ്ട്രാ ഫില്ലർ റോഡ് ഉപയോഗിച്ചിരുന്നു. ആ ഫില്ലർ റോഡാണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്, ഈ നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, പാരന്റ് മെറ്റലിലോട്ട് എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലർ റോഡ് ഉപയോഗിച്ചിരുന്നു. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഒരു കണ്ടിന്യൂസ് വയർ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഡ്രൈവ് റോൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺസ്യൂമബിൾ ഇലക്ട്രോഡിൻ്റെ വർക്ക്പീസിൻ്റെ ഇടയിലും ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു പേര്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. സാധാരണ മിഗ് ഗ്യാസ് മെറ്റൽ, അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റിയുടെ ചിലതെടുത്ത് നോക്കിയാൽ മിഗിന് പകരം ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ് കാണപ്പെടാറ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഡ്രൈവ് റോൾസ് ഉപയോഗിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫിഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഇതൊരു സെമി ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. കാരണം ഇങ്ങനെ കൺസ്യൂമബിൾ വയർ ഇലക്ട്രോഡാണ്, അതിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് നമുക്കൊരു സെമി ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിലായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും, ഇത് ഉൾപ്പെടും. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മളുടെ ഷീൽഡിംഗ് ഗ്യാസ്, ഫ്ലക്സിന് പകരം ഒരു ഷീൽഡിംഗ് ഗ്യാസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഷീൽഡിംഗ് ഗ്യാസ് ഇവിടെ നേരത്തെ നമ്മൾ ആർഗണോ ഹീലിയാണ് സാധാരണ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ ആർഗണോ കാർബൺ ഡൈ ഓക്സൈഡോ ആണ് ഉപയോഗിക്കുന്നത് ഫോർ അവോയ്ഡിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ. പിന്നെ അതുപോലെ പവർ സപ്ലൈ സാധാരണ റിവേഴ്സ് പൊളാരിറ്റി ഓർ DC റിവേഴ്സ് പൊളാരിറ്റി ഓർ DC ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റിയാണ് മിഗ് വെൽഡിങ്ങിൽ സാധാരണ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് നോക്കാം. ഓരോ പോയിന്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇത് ടിഗ് മീൻസ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, മിഗ് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടിഗ് വെൽഡിങ്ങിൽ നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു, മിഗ് വെൽഡിങ്ങിൽ കൺസ്യൂമബിൾ മെറ്റാലിക് ഇലക്ട്രോഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതെന്ത് ചെയ്യില്ല, ഇലക്ട്രോഡ് ഫീഡ് ആവശ്യമില്ല നമുക്ക്, അതിന് പകരം ഒരു ഫില്ലർ റോഡാണ് നമ്മൾ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നത്. മിഗ് വെൽഡിങ്ങിലാണെങ്കിൽ ഇലക്ട്രോഡ് നീഡ് നോട്ട് ബി ഫീഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഫ്രം എ വയർ റെയിൽ. നമുക്ക് ഇലക്ട്രോഡ് എന്ത് ചെയ്യണം, അതിൻ്റെ ആവശ്യമുണ്ട്, ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ.
Next, electrode holder. In TIG welding, it is called welding torch and has got a cap filled on the back to cover the tungsten electrode. It has also got connection for shielding gas, cooling water and controlled cable. It may be air cooled also. അതായത് നമ്മളുടെ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ എൻഡിൽ നമ്മളൊരു ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. അത് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ മിഗിലുള്ള പോലെ തന്നെ ഇത് കൂളിംഗ്, വാട്ടർ കൂളിംഗ് കൊടുക്കാറുണ്ട്. അതേപോലെ ഷീൽഡിംഗ് ഗ്യാസിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാകും. സാധാരണ ടിഗ് വെൽഡിങ് എയർ കൂൾഡും ആയിട്ടും ഉണ്ടാവാറുണ്ട്. ഇൻ ദി കേസ് ഓഫ് മിഗ് വെൽഡിംഗ്, it is called welding gun or torch. It has facility to continuously feed wire electrode, shielding inert gas, cooling water and control table. ഈ ഷീൽഡിംഗ് ഗ്യാസിൻ്റെയും കൂളിംഗ് വാട്ടറിൻ്റെയും പുറമെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വയർ ഫീഡ് ചെയ്യണം. അതിനാവശ്യമുള്ള അറേഞ്ച്മെൻറ്റും നമ്മൾ എന്തിൽ കൊടുക്കാറുണ്ട്? മിഗ് വെൽഡിങ്ങിൽ കൊടുക്കാറുണ്ട്. പിന്നെ വെൽഡിംഗ് കറണ്ട് നോൺ കൺസ്യൂമബിൾ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോഡിൽ വരുന്ന ഹീറ്റ് കുറവ് ആവണം. അതുകൊണ്ട് നമ്മൾ DC ഓർ AC ഉപയോഗിക്കുന്നുണ്ട്. DC ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ എന്ത് വേണം? നെഗറ്റീവ് പൊളാരിറ്റി DC, നെഗറ്റീവ് പൊളാരിറ്റി. മിഗ് വെൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ DC വിത്ത് റിവേഴ്സ് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫീഡ് മെറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫില്ലർ മെറ്റൽ മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്. ഫില്ലർ മെറ്റലിൻ്റെ ആവശ്യമില്ല മിഗ് വെൽഡിങ്ങിൽ, കാരണം നമ്മളൊരു കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് കൊടുക്കുന്നത്. ഇനി ടിഗ് വെൽഡിംഗ് സാധാരണ തിൻ മെറ്റൽ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു 5 മില്ലിമീറ്റർ വരെ തിക്നെസ്സുള്ള ഭാഗങ്ങൾ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ടിഗ് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. മിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മിഗ് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. ഒരു 40 mm വരെ തിക്നെസ് ഉള്ള വെൽഡിങ് വേണ്ടിയിട്ടാണ് മിഗ് വെൽഡിംഗ് ഉപയോഗിക്കുന്നത്. ഇനി ടിഗ് വെൽഡിങ്ങിൻ്റെ കേസിൽ ഒരു നോൺ കൺസ്യൂമബിൾ ആണ്, എക്സ്ട്രാ ഫില്ലർ റോഡ് കൊടുക്കണം. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വെൽഡിങ്ങിൻ്റെ വെൽഡിങ് സ്പീഡ് സ്ലോ ആയിരിക്കും. സ്ലോ വെൽഡിംഗ് പ്രോസസ്സാണ് ടിഗ് വെൽഡിംഗ്. മിഗ് വെൽഡിംഗ് നമ്മൾ പറഞ്ഞു ഇത് സെമി ഓട്ടോമാറ്റിക് ഓർ ഓട്ടോമാറ്റിക് വെൽഡിംഗ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഫാസ്റ്റ് വെൽഡിംഗ് പ്രോസസ്സാണ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ്. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ടിഗ് വെൽഡിംഗ്. ഇതാണ് ടിഗ് വെൽഡിങ്ങിൻ്റെ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്. പവർ സോഴ്സ് ഉണ്ട്, എക്സ്ട്രാ കൂളിംഗ് സിസ്റ്റമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഷീൽഡിംഗ് ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ് വാൽവും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ നമുക്ക് കാണാൻ പറ്റും. ടിഗ് വെൽഡിംഗ് ആണ്. വെൽഡിംഗ് ടോർച്ചിൻ്റെ എൻഡിൽ ഈ ഭാഗത്ത് എന്തുണ്ട്? നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ വർക്ക് പീസിൻ്റെ ഇടയിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്തു, എക്സ്ട്രാ ഫില്ലർ റോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽഡിംഗ് ഇലക്ട്രോഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വെൽഡിംഗ് കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനേർട്ട് ഗ്യാസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. നല്ല സ്ട്രെങ്ത്തുള്ള ഫിനിഷ്ഡ് വെൽഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ഡിസിമിലർ മെറ്റലും ടിഗ് വെൽഡിംഗ് വെൽഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മിഗ് വെൽഡിംഗ് നോക്കാം. മിഗ് വെൽഡിംഗ് ആണ് ഒരു റോളർ വയർ സ്പൂൾ ഇതിൽ എക്സ്ട്രാ കാണാം, കണ്ടിന്യൂസ് ഫീഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ കണ്ടിന്യൂസ് വയർ ഫീഡിൻ്റെ ഇടയിൽ കൺസ്യൂമബിൾ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിൽ എന്ത് കൊടുത്ത്, ആർക്ക് കൊടുത്ത് ബിറ്റ്വീൻ എ കൺസ്യൂമബിൾ മെറ്റൽ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. ഇതിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഫില്ലർ മെറ്റൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ഷീൽഡിംഗ് ഗ്യാസ് നേരത്തെ പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആൻഡ് കോണ്ടാക്ട് ട്യൂബ് നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുറച്ചും കൂടി തിക്കായിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ വെൽഡ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഡിഫറൻസ്, ബേസിക് ആയിട്ടുള്ള ടിഗ് വെൽഡിംഗ് മിഗ് വെൽഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ടിഗ് വെൽഡിങ്ങിൻ്റെയും മിഗ് വെൽഡിങ്ങിൻ്റെയും കോമൺ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇത് രണ്ടിനും പ്രോപ്പർ ക്ലീനിങ്ങോട് കൂടി മാത്രമേ ടിഗും മിഗും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെൽഡിംഗ് ഡിഫക്റ്റിന് അത് കാരണമാകും. അത് ഓയിലി സർഫസിലൊക്കെ നമ്മൾ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെൽഡിംഗ് ഡിഫക്റ്റിന് കാരണമാകും. അതുപോലെ തന്നെ അത് നമ്മൾ വെൽഡിംഗ് സ്ട്രെങ്ത്തിനെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ടിഗും മിഗും എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലിയാണ് ഈ രണ്ട് പ്രോസസ്സും. നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കാം.
ടിഗ് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് മെയിനായിട്ട് വരുന്നത്, അതിൻ്റെ പ്രൈമറി യൂസേജ് വരുന്നത് എയറോസ്പേസ് ഇൻഡസ്ട്രിയിലാണ്. അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അലുമിനിയം, കോപ്പർ പോലുള്ള അലോയ്സ്, നോൺ ഫെറസ് അലോയ്സ് ഒക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ടിഗ് വെൽഡിങ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോൾ ഡയമീറ്റർ തിൻ പൈപ്പ്, ലൈക്ക് ബൈസിക്കിളിൻ്റെ ഒക്കെ പൈപ്പ് നമ്മൾ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടിഗ് വെൽഡിങ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു തിന്നായിട്ടില്ല, നമുക്കറിയാം ടിഗ് വെൽഡിങ് ഡെപ്പോസിഷൻ റേറ്റ് കുറവാണ്. അപ്പോൾ തിൻ മെറ്റലൊക്കെ വെൽഡ് ചെയ്യാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി മിഗ് വെൽഡിങ് ഉപയോഗിക്കുന്നത് റീബിൽഡ് എക്യുപ്മെൻറ്റ്സ്, അതേപോലെ ഒരു ഓൾഡ് കാർ റിപ്പയർ ചെയ്യുമ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മിഗ് വെൽഡിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷിപ്പ് യാർഡിലൊക്കെ നമ്മൾ പൈപ്പിംഗ് വെൽഡിങ് വരുന്നുണ്ട്. അതിലൊരു തിക്ക് പൈപ്പൊക്കെയാണ് വെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാർജർ തിക്ക്, കാരണം മിഗ് വെൽഡിങ്ങിൻ്റെ ഡെപ്പോസിഷൻ റേറ്റ് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഒരു ഓട്ടോമാറ്റിക്, ഒരു സെമി ഓട്ടോമാറ്റിക് പ്രോസസ്സ് കൂടിയാണ്. നമുക്ക് തിക്കായിട്ടുള്ള പ്ലേറ്റൊക്കെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, മിഗ് വെൽഡിങ് ഉപയോഗിക്കാറുണ്ട്. ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് മിഗ് ആൻഡ് ടിഗ് വെൽഡിങ്. താങ്ക് യു.